ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പച്ചാട്ടിരി കോട്ടേക്കാട് സ്വദേശിയായ ചെറിയപറമ്പിൽ ഷാജിയുടെ ചികിത്സയ്ക്കായി ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ കുരുടംപറമ്പ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പരിയാപുരം ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും കൈകോർത്തു. കുരുടംപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടിയിൽ MLA കുറുക്കോളി മൊയ്തീൻ തുക ഏറ്റുവാങ്ങി. വെട്ടം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസിക്കുന്ന ചെറിയപറമ്പിൽ ഷാജിയുടെ ഇരുവൃക്കകളും തകരാറിലായി കോട്ടക്കലിലെ അൽമാസ് ആശുപത്രിയിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിവരികയാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനായി നാട്ടുകാർ തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യ രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 2.5 മാസത്തെ പ്രവർത്തന ഫലമായി 20,88,866 രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ഷാജി ചികിത്സാ സഹായ സമിതിയിലേക്ക് കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും പരിയാപുരം മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയും സംയുക്തമായി സഹായധനം കൈമാറുന്ന ചടങ്ങ് കുരുടൻപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. മുഖ്യ രക്ഷാധികാരി കുറുക്കോളി മൊയ്തീൻ MLA കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P. പ്രവീഷിൽ നിന്നും പരിയാപുരം മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സീതിയിൽ നിന്നും ധനസഹായ തുക ഏറ്റുവാങ്ങി. ചെയർപേഴ്സൺ V. തങ്കമണി അധ്യക്ഷയായി. ജനറൽ കൺവീനർ C. മോഹൻദാസ്, V. ലത്തീഫ്, P. കുഞ്ഞുമൂസ, ഇസ്മായിൽ അച്ചമ്പാട്ട്, ബഷീർ കൊടക്കാട്, P. ചന്ദ്രശേഖരൻ, P. വേലായുധൻ, K. ജനാർദ്ദനൻ, അബ്ദുൽ കലാം, P. വിശ്വനാഥൻ, P. പ്രശാന്ത്, V. വിനീഷ് എന്നിവർ സന്നിധരായി. ഷാജിയുടെ ചികിത്സയ്ക്കായി നാടൊന്നിച്ച് മുന്നോട്ട് വന്നതിന്റെ വിളംബരമായി ചടങ്ങിനെ കാണുന്നുവെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇവിടെ വെട്ടത്ത് ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ നമ്മുടെ പ്രശസ്തമായ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പ്രവീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ ഇടതും, അതേപോലെ തന്നെ പരിയാപുരം മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയങ്കനായ സീതി സാഹിബ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വലതുഭാഗത്തുമായി നിൽക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ഒരു സഹോദരൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയപറമ്പത്ത് ഷാജിയുടെ രോഗ ഭേദപ്പെടുത്തുന്നതിന് അവന് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ 2 മാസത്തിനടുക്ക് തന്നെ പ്രിയങ്കരായ ഈ കമ്മിറ്റിയുടെ ഈ ചികിത്സാ സഹായ സമിതിയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട സഹോദരി തങ്കമണിയും അതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയ സുഹൃത്ത് മോഹൻദാസും സന്തോഷകരമായ ഒരു വിവരം പറഞ്ഞത് ഈ സമയത്തിനുള്ളിൽ 20,83,866 രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ക്ഷേത്ര കമ്മിറ്റി ഉത്സവ പരിപാടികൾ ഒരു ദിവസമാക്കി ചുരുക്കിയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ വെട്ടം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.